മുൾമുനയിൽ ഡൽഹി. കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ ഇന്ന് രണ്ടാമതും സമരം സംഘടിപ്പിച്ചു. അവരുടെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ജൂൺ മാസം 6-ാം തീയതിയായിരുന്നു. അതിനുശേഷം ഹൈദരാബാദ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിൽ അവർ സമരം നടത്തി. എല്ലാം തന്നെ സമാധാനപരമായിരുന്നു. അതിനിടയിൽ അഭിജിത് ദീപയ്ക്കെതിരായിട്ട് കയ്യേറ്റ ശ്രമമുണ്ടായി. അതൊഴികെ ബാക്കി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായി അവരുടെ ഒരു നീക്കം നടന്നിരിക്കുകയാണ്. 5 മണി വരെയാണ് ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനായി പോലീസ് അവർക്ക് അനുമതി നൽകിയത്. കോക്രോച്ച് പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കയാണ് ഇന്നത്തെ സമരം എന്നത്തെയും പോലെ തന്നെ നയിച്ചത്. പക്ഷേ അദ്ദേഹം അപ്രതീക്ഷിതമായി ഒരു തീരുമാനമെടുത്തു. 5 മണിക്ക് ശേഷവും സമരം അവസാനിപ്പിക്കുന്നില്ല എന്നായിരുന്നു ആ തീരുമാനം. അതോടുകൂടി പോലീസ് സേന കൂടുതലായി അവിടേക്ക് എത്തിത്തുടങ്ങി. കൂടുതൽ പ്രതിഷേധക്കാർ അവിടെ എത്തിത്തുടങ്ങി. കൂടുതൽ കേന്ദ്രസേന അവിടെ വളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജന്തർ മന്ദർ അക്ഷരാർത്ഥത്തിൽ എന്തും സംഭവിക്കാവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. സമരക്കാർ പിരിഞ്ഞു പോകുന്നില്ല. അവരവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. പോലീസ് അഭിജിത് ദീപ്കയുടെ പ്രസംഗം തടസ്സപ്പെടുത്താനായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അഭിജിത് ദീപ്കയ്ക്ക് ഈ കൂടി വന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ആംഗ്യ ഭാഷയിലൂടെയാണ് തങ്ങളുടെ അനുയായികളോട് സംസാരിക്കുന്നത്. തൻ്റെ അനുയായികളുടെ അത്തരത്തിൽ ആംഗ്യ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ, അവിടെ തന്നെ നിലയുറപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അഭിജിത് ദീപ്കെ. അതോടുകൂടി ഡൽഹി ആകെ അസ്വസ്ഥമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഡൽഹിയിലെ ക്രമസമാധാന നില മാറുന്നു. എന്തും സംഭവിക്കാമെന്നുള്ള നിലയിലേക്ക് മാറുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ഇവരുടെ ആവശ്യം. നീറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ക്രമക്കേടുകൾ, പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത്, അതേ തുടർന്നുണ്ടായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ശൃംഖലകൾ, ഇതേക്കുറിച്ചെല്ലാം അന്വേഷിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ അവിടെ ഇവർ കൂടിയത്. CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി. ഡൽഹിയിലെ പോലീസ് വിചാരിച്ചു സ്വാഭാവികമായും 5 മണിക്ക് തന്നെ ഇവർ പിരിഞ്ഞു പോകുമെന്നുള്ളതാണ്. അത്തരത്തിലാണ് ഇവർ പോലീസിന്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിച്ചതും. 5 മണി വരെ മാത്രമേ തങ്ങൾ പ്രതിഷേധിക്കുകയുള്ളൂ, സമാധാനപരമായിട്ടായിരിക്കും പ്രതിഷേധം എന്ന് പഴയതുപോലെ തന്നെ ആവർത്തിച്ചുള്ള ഒരു സത്യവാങ്മൂലം പോലീസിന് കൊടുത്തു. പോലീസ് അതനുസരിച്ചുകൊണ്ട് ഇവർക്ക് 5 മണി വരെ അവിടെ പ്രതിഷേധിക്കാനുള്ള അവസരം കൊടുത്തു. എന്നാൽ 5 മണിക്ക് ശേഷം സമരക്കാരുടെ വിധം മാറി. അവർ പറയുന്നു ഒരു കാരണവശാലും തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന്. അങ്ങനെ 100 കണക്കിന് CJP അനുകൂലികൾ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. കൂടുതൽ കേന്ദ്രസേന എത്തിക്കൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും എതിരെ ലാത്തിചാർജ് നടന്നാൽ അതൊരു പക്ഷേ ജെൻസി എന്ന് പറയുന്ന ഇന്ത്യയിലെ വലിയൊരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള, CJPയെ അനുകൂലിക്കുന്ന ജെൻസിക്ക് എതിരായിട്ടുള്ള അക്രമമായി അവർ സ്വയം കരുതും. കാരണം ഇപ്പോൾ തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വലിയ തോതിൽ ജെൻസി അസ്വസ്ഥരാണ്. അവർക്ക് പലർക്കും മുറിവേറ്റിട്ടുണ്ട്. പല ആത്മഹത്യകളും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഒരു ആത്മഹത്യ നടന്നു. അങ്ങനെ നിരവധി ആത്മഹത്യകളാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടായിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വൈകാരികത ജനസിക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ആ വൈകാരികതയെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് CJP എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അമേരിക്കയിൽ നിന്ന് അഭിജിത് ദീപ്കെ സ്ഥാപിച്ചത്. അതൊരു ഡിജിറ്റൽ പാർട്ടിയായി രൂപം മാറുകയായിരുന്നു. ആദ്യത്തെ ഘട്ടം അത് ഡിജിറ്റൽ പാർട്ടിയായിരുന്നു. പിന്നീട് അഭിജിത് ദീപ്കെ ജൂൺ 6-ാം തീയതി നേരിട്ട് എത്തുകയും ജന്തർ മന്ദറിൽ ഒരു സമരം സംഘടിപ്പിക്കുകയും ചെയ്തതോടുകൂടി അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏകദേശ രൂപം കൈവരിക്കാനായി. അവർക്ക് കൃത്യമായ കൊടികളോ കൃത്യമായ ഭരണഘടനയോ ഒന്നും തന്നെ ഇല്ല. അന്ന് ജൂൺ 6-ാം തീയതിത്തെ പ്രകടനം എന്ന് പറയുന്നത്, പ്രതിഷേധം എന്ന് പറയുന്നത് അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു, നാഷണൽ ഫ്ലാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. ഇന്നും സമാന രീതിയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് ജന്തർ മന്ദറിൽ 100 കണക്കിന് വിദ്യാർത്ഥികളടക്കമുള്ള CJP അനുകൂലികൾ കൂടിയിരിക്കുന്നത്. പക്ഷേ ആ പോലീസുകാരെ അമ്പരപ്പിച്ചുകൊണ്ട്, നിയമവൃത്തങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് അവർ ഇതാ പിരിഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 100 കണക്കിന് പേർ ജന്തർ മന്ദറിൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവർക്കെതിരെ പോലീസ് എന്ത് നടപടിയെടുക്കും? അവരുമായി ചർച്ച നടത്തുകയാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള ലാത്തിച്ചാർജ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ജെൻസിക്ക് എതിരായിട്ടുള്ള ഒരു അക്രമമായി കരുതിക്കൊണ്ട് ഇപ്പോൾ തന്നെ വലിയ തോതിൽ അവർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അനുയായികളുണ്ട്. കോൺഗ്രസിനേക്കാളും
BJP-യേക്കാളും കൂടുതൽ അനുയായികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ CJP-ക്കാണുള്ളത്. അതുകൊണ്ട് CJP-ക്ക് എതിരായി നടക്കുന്ന എന്ത് കായികമായിട്ടുള്ള അക്രമങ്ങളും ജൻസിയെ വേദനിപ്പിക്കും, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്തു തന്നെയായാലും പോലീസ് ഇക്കാര്യത്തിൽ എന്താണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അവിടെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു. സമാനമായ നിലയിൽ പോലീസും CRPF-ഉം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ജന്തർ മന്ദറിലേക്കുള്ള വഴി പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. അവിടെ മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനമില്ലാത്ത രീതിയിൽ വലിയ തോതിൽ പോലീസ് ബാരിക്കേഡ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബാരിക്കേഡിൻ്റെ അപ്പുറത്ത് സമരക്കാർ, ഇപ്പുറത്ത് പോലീസുകാർ എന്ന നിലയിൽ എന്തും സംഭവിക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനമുള്ളത്. അതുകൊണ്ട് അടുത്ത CJP-യുടെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം, 5 മണിക്ക് ശേഷവും അവർ പിരിഞ്ഞു പോകുന്നില്ല എന്ന് പറയുന്ന നീക്കം ഒരുപക്ഷെ അനിശ്ചിതകാല സമരത്തിലേക്കാണോ നീങ്ങുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപകടകരമാണ്. അത്തരമൊരു നീക്കം രാജ്യത്തിന് എതിരായിട്ടുള്ള നീക്കം തന്നെ. അതുകൊണ്ട് അത്തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ വരാൻ പോകുന്ന. അവരങ്ങനെ അനിശ്ചിതകാല സമരത്തേക്ക് നീങ്ങുകയാണ് എങ്കിൽ കേന്ദ്ര സർക്കാർ തീർച്ചയായും അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിനെ ഒരുപക്ഷെ രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു കലാപം എന്ന നിലയ്ക്ക് പോലും കേന്ദ്ര സർക്കാർ കണക്കാക്കാനിടയുണ്ട്. ഇപ്പോൾ ഏതായാലും അത്തരമൊരു ഘട്ടത്തിലേക്ക് കടന്നില്ല, അവർ പിരിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രം. അവിടേക്ക് മാധ്യമങ്ങളെ നിരോധിച്ചിരിക്കുന്നു. മുൾമുരയിൽ നിൽക്കുകയാണ് ഡൽഹി ഇപ്പോൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.